എനിക്ക് കുറച്ച് മെസ്സേജ് വന്നതില്ലേ, കൗൺസിലേഴ്സ് എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുമെന്ന് ചോദിച്ചുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഡോക്ടേഴ്സ് എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് കൗൺസിലേഴ്സും. കൗൺസിലേഴ്സിൻ്റെ മുന്നിൽ കൗൺസിലേഴ്സ് ഹോട്ട് സീറ്റിലായിരിക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് വരുന്ന ആ പ്രശ്നം, ഏത് പ്രശ്നമാണോ വരുന്നത് ആ പ്രശ്നത്തെയാണ് സോൾവ് ചെയ്യുന്നത്. ലൈഫിലെ മുഴുവൻ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാൻ കൗൺസിലേഴ്സിന് പറ്റില്ല. അവർക്ക് ഏത് പ്രശ്നമാണ് അവരെ മാനസികമായി പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്, നിലവിൽ ഏത് പ്രശ്നമാണ് അവരെ ഹൈലൈറ്റ് ചെയ്യുന്നത്, ആ പ്രശ്നത്തെ പരിഹരിക്കപ്പെടാനാണ് ശ്രമിക്കുക. അവരിലെ ഏത് തരത്തിലുള്ള ചിന്തകളെയാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്, അവിടെയാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ആ പ്രശ്നങ്ങൾക്ക് ശേഷം മാത്രമാണ് അടുത്തൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുക. ഈ പരിഹാരം എന്ന് പറയുന്നത് അത് വലിയ ട്രെയിനിങ് പ്രോസസ്സിലൂടെ പോകുന്നതാണ്. ചില കേസുകളിലൊക്കെ പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുന്നത് സൈക്കോ എഡ്യൂക്കേഷനാണ്. ഈ സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് ആയിട്ടുള്ള അവയർനെസ്സാണ്. ചില കേസുകളൊന്നും 1-2 ദിവസങ്ങൾ കൊണ്ട് തീരില്ല. അവരിലെ ഉണ്ടായിരിക്കുന്ന ബിലീവ് സിസ്റ്റങ്ങളെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി ജനിച്ച ഉടനെ തന്നെ അച്ഛൻ മരിച്ചു, അല്ലെങ്കിൽ വീട്ടിലെ മറ്റംഗങ്ങൾ ഈ കുട്ടിയുടെ ജനനം മൂലം മരിച്ചു, അല്ലെങ്കിൽ ഈ കുട്ടി ഉള്ളത് കാരണം ആളുകൾക്ക് എപ്പോഴും ആ കുടുംബത്തിലെ ആളുകൾക്ക് എപ്പോഴും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ശരിക്കും ഈ ലൈവായിട്ട് കാണുകയും കൂടെ ചെയ്യാണ് കുട്ടി കണ്ടിന്യൂസ്ലി ആയിട്ട്. ഈ കഥകളൊക്കെയും ഫാമിലിയിൽ നിന്നും, റിലേറ്റീവ്സിൽ നിന്നും, ഏറ്റവും അടുത്ത ആളുകളിൽ നിന്നും ഒക്കെ പതുക്കെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിപ്പെടുകയാണ്. കുട്ടി ഇത് കേട്ട് ആകെ ടെൻസ്ഡ് ആയിരിക്കും. അപ്പോൾ കുട്ടിയിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സുകളിങ്ങനെ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കും. ഈ നെഗറ്റീവ് തോട്ട്സുകളെ എടുത്ത് കളയുക എന്നതിനപ്പുറം ഇഫക്റ്റീവ് ലൈഫിലേക്ക് തൻ്റെ സെൽഫ് റെസ്പെക്റ്റ്, സോഷ്യൽ ഇൻട്രസ്റ്റ്, സെൽഫ് ഇൻട്രസ്റ്റ്, ആക്സെപ്റ്റൻസ്, ഫ്ലെക്സിബിലിറ്റി, അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളിലൂടെ പോയി കുട്ടിയെ സെൽഫ് റെസ്പെക്റ്റ് എന്ന ഒരു രീതിയിലേക്ക് മാറ്റി ഇഫക്റ്റീവ് ലൈഫിലേക്ക് എത്തിക്കപ്പെടാൻ വേണ്ടിയിട്ട് കൗൺസിലേഴ്സ് ഇവരിലുണ്ടായിരിക്കുന്ന ബിലീഫ് സിസ്റ്റത്തെ, ഇതൊരു ബിലീഫ് സിസ്റ്റമാണ് ശരിക്കും, ഈ നേരത്തെ പറഞ്ഞ കേസ് എന്ന് പറയുന്നത് ഒരു ബിലീഫ് സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയല്ല, ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഒരു വലിയ പ്രോസസ്സായിട്ട് തന്നെയാണ് പോവുക. കുട്ടിക്ക് മാത്രമല്ല, കുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും സൈക്കോ എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കും. ഇത്തരത്തിലൊരു ചിന്തയില്ല, ഇതൊന്നും കറക്റ്റായ രീതിയിൽ നടക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ള ഒരു കോൺഫിഡൻസും ഒരു അവയർനെസ്സും നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് ഈ മദ്യപാനിയായ ആളുകളൊക്കെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ട് കംപ്ലീറ്റ് ക്യൂർ ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഫുൾ സെറ്റപ്പിൽ അവർ റോട്ടിലേക്ക് ഇറങ്ങി നിന്നാൽ തുണി ഉടുക്കാത്തൊരവസ്ഥയിലാണ് ശരിക്കും അവർ അത്രയ്ക്ക് അവർ പ്യൂരിഫൈഡ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ സൊസൈറ്റി, റിലേറ്റീവ്സ്, പിന്നെ കളീഗ്സ്, അങ്ങനെ അവർക്ക് സർക്കിളിൽ മൊത്തമായിട്ടുള്ള ആളുകളൊക്കെ ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയായിരിക്കും? ആ പഴയ നെഗറ്റീവ് തിങ്കിങ്ങിൽ തന്നെയായിരിക്കും. ആളൊരു പ്രശ്നക്കാരനാണ്, ആളെ ഒന്നിനും പറ്റത്തില്ല, അങ്ങനെയുള്ള കുറേ എത്ര ചെയ്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ഒരു തരത്തിലും ഈ ആളുകളിൽ നിന്നൊരു നല്ലൊരു വാക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്ന് വന്നിരിക്കുന്ന വ്യക്തിക്ക് തോന്നാൻ തുടങ്ങും. കാര്യം നമ്മൾ എന്തോരം കാര്യങ്ങളാണ് ചെയ്യുന്നത്, എത്ര പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകുന്നതേ ഇല്ല, എന്നിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ്സിനെയാണ് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ആളിലേക്ക് 1, 2, 3 നെഗറ്റീവ്സ് കണ്ടിന്യൂസ്ലി കിട്ടിക്കഴിഞ്ഞാൽ സഡൻലി ആളൊന്നും ചിന്തിക്കില്ല, പിന്നെയും തിരിഞ്ഞ് ആ ഒരു ആൽക്കഹോളിക് പ്രോസസ്സിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ബിലീവ് സിസ്റ്റങ്ങളെ ഇത്തരത്തിൽ ഭംഗിയായിട്ട് ലൈഫിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും ആൾക്കതിൽ നിന്ന് മോചനം നേടാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ, തെറാപ്പീസ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കൊടുത്ത് ആ ഒരു കേസിനെ മാത്രമാണ് ഡീൽ ചെയ്ത് കൊണ്ടുവരുന്നത്. ഇഫക്റ്റീവ് ലൈഫ് എഡ്യൂക്കേഷനൊക്കെ കൊടുത്ത് കുറേ ട്രെയിനിങ്ങും ലൈഫ് സ്കിൽ എഡ്യൂക്കേഷനും ഒക്കെ ആയി നമ്മളവരിലേക്ക് കുറേ പോസിറ്റീവ് തിങ്കിങ്സ് നമ്മൾ നിറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഒരാളിലെങ്കിലും ഒരു വരുന്ന ക്ലയൻറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന എല്ലാ ഏത് കേസുകളാണെങ്കിലും, ഏത് കേസാണോ നമ്മുടെ മുന്നിൽ വരുന്നത് അത് മുഴുവനും ക്ഷമയോടെ കേട്ടിരുന്ന് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കി, ആറ്റിറ്റ്യൂഡ്, അവരുടെ സംസാരം, അവരുടെ ആക്സെപ്റ്റൻസ് എല്ലാം നമ്മൾ അവരിൽ എന്താണോ കാണുന്നത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇടപെടുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഒരേ ഒരു കേസ് നമ്മളുടെ മുന്നിലേക്ക് അപ്പോൾ വരുന്നൊരു കേസ് അതാണ് നമ്മൾ എടുക്കുക. അല്ലാതെ ലൈഫിൽ ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒന്നും ഞങ്ങൾ ചെയ്യാറില്ല.